എന്ത് പറ്റിയേച്ചി വയ്യേ? ഒന്നും പറയണ്ട, കുറച്ച് ദിവസമായിട്ടേ ഭയങ്കര നടുവേദന, അടിച്ചു വരുന്നു ഒട്ടും പറ്റണില്ല. ഓ, എനിക്കും പിന്നെ ദൈവം സഹായിച്ച് നടുവേദന ഇല്ല കേട്ടോ, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഓ, നിന്റെയൊക്കെ ഒരു ഭാഗ്യം. എനിക്കാണെങ്കിൽ ഒട്ടും അടിച്ചു വരാൻ പറ്റില്ല. ഈ 2 സ്റ്റെപ്പ് കൂടെ ഉള്ളൂ, ഒന്ന് അടിച്ചു വരാൻ കൂടി. അത് പിന്നെ ഞാൻ ഷോ, നീ എന്ത് വർത്താനായി പറയുന്നേ? അവളെ കൊണ്ടാണ് പണിയെടുപ്പിക്കുന്നേ? നീ എന്താ ഈ കാണിച്ചു കൂട്ടുന്നത്? നിനക്ക് ചെയ്യാവുന്ന പണിയല്ലേ ഇവിടെ ഉള്ളൂ. മരുമോനാണെങ്കിൽ മരുമോന്റെ അമ്മ ഇവളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു വിചാരിച്ചിട്ടാണ്, അവൾക്ക് റെസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അവളെ ഇവിടെ കൊണ്ട് നിർത്തിയേക്കണേ. എന്നിട്ട് നമ്മളിവിടെ വന്ന് അവളെ പണിയെടുപ്പിക്കുക? കൊള്ളാമല്ലോ. മിണ്ടായിരിക്കും. അവിടുന്ന് ഡോക്ടർ ഒന്നാമത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ പറഞ്ഞാൽ ഒത്തിരി അല്ലെങ്കിൽ മേലല്ലെങ്കിൽ ഒന്നും ചെയ്യുമൊന്നും വേണ്ട, വെറുതെ എവിടെയെങ്കിലും ഇരിക്കുക ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്താൽ മതിയെന്ന്. വെറുതെ അവളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിയിരുന്നത്. നിനക്ക് ചെയ്യാവുന്ന പണിയല്ലേ ഇവിടെ ഉള്ളൂ. എന്ന് ഇവർ അടിച്ചു വരാൻ 2 സ്റ്റെപ്പ് അടിച്ചു വരാനാണ് ഇനി ഇവളോട് സഹായം വേണ്ടത്. അമ്മ, എനിക്കൊന്നും അറിയാഞ്ഞിട്ടല്ല, ഞാൻ ഇവളോട് ഒരു പണി പോലും ചെയ്യാൻ പറയാറില്ല. ഞാൻ തന്നെയല്ല എല്ലാം ചെയ്യാറമ്മേ. പക്ഷെ ഇതിപ്പോ നടുവേദന എടുത്തിട്ടാ, 2 സ്റ്റെപ്പേ ഉള്ളൂ. പിന്നെ നടുവേദന, ഈ നടുവേദനയൊക്കെ അത്യാവശ്യം എല്ലാം ഉണ്ടാവും. പിന്നെ ഗർഭിണി ആയി കഴിയുമ്പോൾ പല വേദനകളുണ്ടാവും. പിന്നെ ഇതൊക്കെ സഹിച്ചല്ലേ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്. ഇതൊരു മാതിരി കിടന്ന് കാണിക്കും. ഇതൊക്കെ ആദ്യമായിട്ട് ലോകത്ത് ഗർഭിണിയായിട്ടുള്ള കുട്ടികളുടെ കോലാഹലമൊക്കെ കാണിച്ചു കൂട്ടുന്നത്. പിന്നെ എൻ്റെ പൊന്നു മോളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കുറച്ച് അടിച്ചു വാരുക, തുടയ്ക്കുക, ഇത്തിരി കുനിഞ്ഞ് നിന്ന് മുറ്റം അടിക്കുകയൊക്കെ ചെയ്യണം. എന്നാലേ സുഖമായിട്ട് പ്രസവിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ സ്റ്റക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ പ്രസവിക്കാനൊന്നും പറ്റത്തില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞാനൊക്കെ എന്തോരം പണി ചെയ്തിട്ടുണ്ടെന്നറിയോ പ്രസവിക്കുന്ന സമയത്തൊക്കെ. അതാ പറഞ്ഞത്, അതൊക്കെ നിനക്ക് ചെയ്യാവുന്ന പണിയേ ഉള്ളൂ. നീ വേഗം അടിച്ചു വാരിയിട്ട് ഉള്ളിൽ കയറി വരാൻ നോക്കിയേ. ഒരുമാതിരി കിടന്ന്. മോളെ നീ വാ, നിനക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആപ്പിളും പാലും കൂടി ഇട്ടിട്ട്. അമ്മ അത് അടിച്ചു വെച്ചിട്ടുണ്ട്, വാ ഒന്ന് കുടി. ചേച്ചി മെല്ലെ അടിച്ചു വാരിയാ മതി. നടുവേദന എടുക്കണ്ടെങ്കിലേ മെല്ലെ മെല്ലെ അടിച്ചു വാരിയാ മതി. അമ്മ പറയണതൊന്നും കാര്യമാക്കണ്ട. ഞാൻ തമ്മിൽ ഇച്ചിരി ജ്യൂസ് കുടിക്കട്ടെ, ഭയങ്കര ക്ഷീണം. മകൾക്ക് ജ്യൂസ്, മരുമകൾക്ക് ചൂല്. മോളെ ഇത് നോക്കിയേ, നിന്റെ ഇഷ്ടപ്രകാരം നല്ല പെട്ടക്കട അയല മേടിച്ചിട്ടുണ്ട് കേട്ടാ. അയലയോ? ഓ, മുളക് ഇട്ട് വച്ചോട്ടെ, വെച്ചിട്ട് എരിവ് കൂട്ടി വെച്ചോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നിന്റെ ഇഷ്ടപ്രകാരം ഒന്ന് മഞ്ഞ കപ്പയും മീൻകറിയും നല്ല മുളക് ഇട്ട് തന്നെ വെക്കാം കേട്ടാ. എന്ത് മീനാമ്മ മേടിച്ചേ? അയലയാ, 1/2 കിലോ, നല്ല ഉഴുത്ത അയല. വേറെ മീനൊന്നും ഉണ്ടായിരുന്നില്ലേ? മത്തി ഉണ്ടായിരുന്നു, ഞാൻ മേടിച്ചില്ല. 1/2 കിലോ മത്തിയോ അങ്ങനെ എന്തെങ്കിലും കൂടി വാങ്ങിക്കായിരുന്നില്ലേ? എനിക്ക് അയല കഴിച്ചാ നാക്ക് പൊട്ടുന്ന അറിയത്തില്ലേ. ഓ, നിനക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലേ? ഞാനതൊന്നും ഓർത്തില്ല. 2 ദിവസമായിട്ട് ഇവള് കിടന്ന് പറയുന്നുണ്ടായിരുന്നേ. ആള് പറയുമായിരുന്നു ഇങ്ങനെ മഞ്ഞക്കപ്പയും മീൻകറിയും കൂട്ടാൻ തോന്നുന്നു, അത് അയലക്കറി. അതാ ഞാൻ മേടിച്ചെ. പോട്ടെ, സാരമില്ല. ഇപ്പൊ എല്ലാവരുടെയും ഇഷ്ടമൊന്നും നോക്കി മീൻ മേടിക്കലൊക്കെ നടക്കുമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. നീ ഒരു കാര്യം ചെയ്യ്, ഇച്ചിരി മുളക് ചമ്മന്തി ഉണ്ടാക്കിയാൽ മതി. അപ്പൊ കപ്പയുടെ കൂടെ മുളക് ചമ്മന്തി കൂട്ടി കഴിച്ചാൽ മതി കേട്ടോ. ഓ, അമ്മ എനിക്കിഷ്ടപ്പെട്ട അയല മേടിച്ചതേ പുള്ളിക്കാരിക്ക് പിടിച്ചില്ല. അവളുടെ ഇഷ്ടത്തിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. അവൾക്ക് വല്ലതും ഉണ്ടാക്കി തരണമെങ്കിൽ അവളുടെ വീട്ടിൽ പോയി തിന്നിട്ട്. എൻ്റെ മോക്ക് ഞാനല്ലേ ഉണ്ടാക്കി തരാനുള്ളൂ. നീ ഇവിടെ വരുമ്പോഴല്ലേ നിനക്ക് ഇഷ്ടപ്പെട്ടൊക്കെ ഞാൻ ഉണ്ടാക്കി തരട്ടെ. അതേ കിടന്ന് പോട്ടെ, അമ്മ ഇത് ഉണ്ടാക്കട്ടെ കേട്ടോ. അമ്മ, നാളെ ഡോക്ടറെ കാണേണ്ട ദിവസം, എനിക്ക് സ്കാനിങ് ഉണ്ടെന്നാ പറഞ്ഞേ. ചേട്ടനാണെങ്കിൽ ലീവും ഇല്ല. അമ്മയ്ക്ക് എൻ്റെ കൂടെ ഒന്ന് വരാൻ പറ്റുമോ? അയ്യോ, എനിക്ക് വരാൻ പറ്റത്തില്ല. അവളിവിടെ ഒറ്റയ്ക്കല്ലേ, മാളിവിടെ ഒറ്റയ്ക്കാ. എനിക്ക് വരാൻ പറ്റത്തില്ല. അല്ല, മാളിവിടെ ഒറ്റയ്ക്കല്ലല്ലോ, അച്ഛനിവിടെ ഉണ്ടല്ലോ. പിന്നെ അവൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. കുറച്ചു നേരമല്ലേ ഉണ്ടാവുള്ളൂ. ഉച്ച വരെ ആകുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാം. അച്ഛനെ കൊണ്ട് എന്താ? അവക്കിപ്പോ എന്തെങ്കിലും ആയി കഴിഞ്ഞാൽ അച്ഛനെ കൊണ്ട് എന്താവാനാ? അച്ഛന് മര്യാദയ്ക്ക് എണീറ്റ് നടക്കാനും കൂടെ പറ്റത്തില്ല. അച്ഛൻ്റെ കാര്യം നോക്കിയല്ലേ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വല്ലതും പറ. ഞാനിപ്പോ എങ്ങനെയാ വരിക? അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വല്ലതും പറ. വീട്ടില് എൻ്റെ അമ്മയുടെ അവസ്ഥ അമ്മയ്ക്ക് അറിയാലോ. അമ്മയ്ക്ക് കാല് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടിരിക്കുവല്ലേ. അതാണല്ലോ ഞാൻ വീട്ടിൽ പോലും പോകാണ്ട് നിൽക്കണേ ഇവിടെ തന്നെ. അമ്മയ്ക്ക് വരാൻ പറ്റില്ല അമ്മ. അല്ല, അത് പിന്നെ എനിക്ക് വരല് നടക്കത്തില്ലല്ലോ. ഒന്നാമത്തെ കാലുവേദനയാ. ഈ ആശുപത്രിയിൽ സ്റ്റെപ്പ് കയറി ഇറങ്ങാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. ഈ 2 പേരുടെയും കൂടെ വരിക എന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണ്. അവളുടെ കൂടെ എന്തായാലും എനിക്ക് പോകണം, മാളുവിൻ്റെ കൂടെ. നിന്റെ കൂടെയും വരിക പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ല. നീ അവനോട് ലീവ് എടുക്കാൻ പറ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്ത്, ഇപ്പൊ സ്കാൻ ചെയ്യാനല്ലേ, ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്താൽ മതി. അപ്പൊ 2 ദിവസം കഴിയുമ്പോഴേക്കും അവര് ലീവ് കിട്ടുമായിരിക്കും. നാളെയല്ലേ കിട്ടാത്തെ. 2 ദിവസം കഴിഞ്ഞിട്ട് പോവാന്ന് ചോദിക്കും. സ്കാനിങ് ഒക്കെ തന്നെയല്ലേ, വേറെ ഒന്നും ഇല്ലല്ലോ. പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞപ്പോഴേക്കും 3:30. 4:30 ആകുമ്പോ ചായ വേണം. 1 മണിക്കൂർ ഒന്ന് കിടക്കട്ടെ.
അവള് കയറി കിടന്നു ഉച്ചമയക്കത്തില്ല. എടേ എടേ എന്താ അമ്മേ? മാളുവേ നല്ല കാലിന് വേദനയാണ്, എന്തോ കോച്ചിപ്പിടിക്കൽ എന്തോ ആണ്. ഇത്തിരി ചൂടുവെള്ളം ഉണ്ടായിക്കേ, ഞാൻ ഇത്തിരി ചൂട് പിടിച്ചു കൊടുക്കാൻ പോവാ. അമ്മ ഗ്യാസിലോട്ട് ഇച്ചിരി വെള്ളം വെച്ചാ പോരെ, അമ്മയ്ക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ഞാനിപ്പോ ഒന്ന് കിടന്നേ ഉള്ളു. എനിക്ക് ഈ ചൂടുവെള്ളം തിളക്കുന്നത് വരെ ഗ്യാസിന്റെ തോട്ടിൽ പോയി നിൽക്കാറുണ്ട്, എന്നെ കൊണ്ട് മേല നടുവേദനയൊക്കെ ഉണ്ട്. നീ പോയി അതൊന്ന് എടുത്ത് പോയി ഒന്ന് ചൂടാക്കിക്കൊണ്ടല്ലേ ഒരു ചൂടുവെള്ളം തിളപ്പിക്കുക എന്റെ പണി ഉണ്ടെന്ന് വെച്ചാൽ അതിനൊക്കെ ഇത്രയും കാരണം പറയാൻ നിൽക്കുന്നത് എന്നാത്തിനാ? ഇത് ചൂടുവെള്ളം ഉണ്ടാക്കിയേ, വാ എണീറ്റ് അടിച്ചു വന്നേ. കാല് ഭയങ്കര കഴക്കലമ്മേ, തീരെ പറ്റല്ല. ആരുമില്ല മോളെ, ഇത്തിരി ചൂട് പിടിച്ചാൽ പെട്ടെന്ന് മാറും. എടി ഇതുവരെ ആയില്ലേ? ഒരു ചൂടുവെള്ളം തിളപ്പിക്കുക, ഇത്രയും നേരോ? അതേമ്മ കൊണ്ടുവരുവാ. കൊണ്ടുവാ. അല്ല ഇതെന്താ ഇത്? നിന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുള്ള ബോധം നിനക്കില്ലേ? ഈ വീട്ടിലെ വേറെ ആർക്കും ഇല്ല, അതുകൊണ്ട് ചോദിച്ചാ. അമ്മയുടെ ഒക്കെ മനസാക്ഷി എന്താ അമ്മ? അമ്മയുടെ മകന്റെ കുട്ടി തന്നെയല്ല അവളുടെ വയറ്റിൽ വളരണേ. മകൾക്കൊരു വിധം മരുമകൾക്കൊരു വിധം. അമ്മയുടെ മകൾക്ക് വയ്യെങ്കിൽ എന്റെ ഭാര്യയാണ് ഇതൊക്കെ ചെയ്തു കൊടുക്കട്ടെ. അവള് ഗർഭിണിയല്ലേ? ഗർഭിണി അല്ലെങ്കിൽ പോട്ടെ വെക്കാം, ഗർഭിണിയല്ലേ അവള്? ബോധമില്ലേ അമ്മയ്ക്ക്? അത് സാരമില്ലാട്ടാ, ഞാൻ വെള്ളം ചൂടാക്ക. നീ മിണ്ടിപ്പോകരുത്, നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പറഞ്ഞത് കേട്ടോണ്ട് മിണ്ടാതെ നിൽക്കരുതെന്ന്. തിരിച്ചു പറയാൻ നിന്നെ വായ നോക്കില്ലേ? ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ ഭാര്യ ഈ വീട്ടിലെ വേലക്കാരിയല്ല. അവളെ വേലക്കാരിയാക്കാൻ ആരും നോക്കും വേണ്ട. അമ്മയ്ക്ക് അമ്മയുടെ മകളെ ശുശ്രൂഷിക്കണം എന്നുണ്ടെങ്കിൽ അമ്മ ചെയ്തു കൊടുക്ക്. പണിയും കാര്യങ്ങളെല്ലാം അമ്മ ചെയ്തു കൊടുക്ക്. എന്റെ ഭാര്യയെ ബുദ്ധിമുട്ടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല. എല്ലാത്തിനും കിടന്ന് തുള്ളാൻ നിൽക്കടുത്ത്. അമ്മ പ്രസവിച്ചിട്ടുള്ളതല്ലേ, അമ്മ ഗർഭിണിയായിട്ടുള്ളതല്ലേ, അമ്മയ്ക്ക് അറിയില്ലേ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെന്ന്? ഈ വീട്ടിൽ കിടന്ന് പട്ടിയെ പോലെയല്ലേ ഇവള് പണിയെടുക്കണേ? പല പ്രാവശ്യം ഞാൻ പറയാൻ നിൽക്കുമ്പോൾ നീ എന്നെ തടസ്സം നിന്നത്. അതിന് മാത്രം പണി ഇവിടെ ഒന്നും പറഞ്ഞില്ല. അമ്മയ്ക്കെല്ലാം നിസ്സാര. അമ്മയുടെ മകൾക്ക് വരുമ്പോ ഓഹോ, എന്റെ ഭാര്യയ്ക്ക് വരുമ്പോ, അതായത് മരുമകൾക്ക് വരുമ്പോ ആഹാ, കേട്ടോട് കണ്ടോട് നിൽക്കാൻ സുഖമാണല്ലോ അല്ലേ? എടി നീ ഒരു ഗർഭിണിയല്ലേ, നിന്റെ അതേ പ്രായമല്ലേ അവക്ക്? ഇവളെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുത്തണമെന്ന് നിനക്കൊരു ബോധമില്ലേ? നീ എന്തിനും? ചേട്ടാ ഞാനല്ല ചേട്ടത്തിയോട് ചൂട് കൊടുക്കാൻ ഞാൻ പറഞ്ഞായിരുന്നോ? ഇല്ല, അമ്മ പറഞ്ഞ്. അവളല്ലോട് പറഞ്ഞില്ലായിരുന്നു. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി മേലാൽ ഇമാതിരി പണി കാണിച്ച അവൾക്ക് റെസ്റ്റ് വേണം. 7 മാസം അവള് പോവാത്തത് അവളുടെ വീട്ടിൽ അമ്മയ്ക്കും അച്ഛനും വയ്യാത്തോണ്ടാണ് അവൾ ഇവിടെ നിൽക്കണേ. അല്ലാണ്ട് ഇവിടുത്തെ പണി ചെയ്യാനോ ഇവിടുത്തെ വേലക്കാരിയായിട്ടല്ല നിൽക്കണത്. അവക്ക് കൊടുക്കേണ്ട കെയറിങ് കൊടുത്തില്ലെങ്കിൽ ഇനി മേലാൽ നിങ്ങളുടെ ആരുടെയെങ്കിലും പണി അവളെ കൊണ്ട് ചെയ്യിപ്പിച്ച എന്റെ സ്വഭാവം അറിയും. നേരെയില്ല പണി തുടങ്ങിയിട്ട് മര്യാദയ്ക്ക് കുറച്ചു നേരം റൂമിൽ ഒന്ന് കിടക്കാൻ നോക്ക്. ഏട്ടാ വെള്ളം എന്ത് നോക്കി നിൽക്കുക? മര്യാദയ്ക്ക് റൂമിൽ ഒന്ന് കിടക്കാൻ നോക്കി. ചേട്ടന് ഒരുപാട് മാറിപ്പോയി. സ്വന്തം പെങ്ങൾക്ക് വേണ്ടി തന്നെയല്ലേ, വേറെ ആർക്കും വേണ്ടിയൊന്നും അല്ലല്ലോ. സ്വന്തം പെങ്ങൾക്ക് അവന്റെ ഭാര്യയെ കൊണ്ട് ഇച്ചിരി വെള്ളം ചൂടാപ്പിക്കാൻ പറഞ്ഞാൽ അവൻ എന്തൊക്കെയാ പറഞ്ഞേ? അവൻ ഇങ്ങനെ മാറിപ്പോയല്ലോടി. അവള് പറഞ്ഞു കൊടുത്തിട്ട് തന്നെയാ അവള് നമ്മളെ കുറിച്ച് ആവശ്യമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കണ്ടു. അത് തന്നെയാണ് അവനെന്നാൽ ഇങ്ങനെ മാറിപ്പോയല്ലോ. സ്വന്തം പെങ്ങൾക്കല്ലേ ചെയ്തു കൊടുക്കേണ്ടത്? സ്വന്തം പെങ്ങളെക്കാൾ വലുത് അവന്റെ ഭാര്യ. ആ മക്കളെയൊക്കെ വെറുതെ പെറ്റി വളർത്തുന്നത്. ഒരു കാര്യമില്ലാത്ത മേനകെട്ടവൻ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഞാനേ ചൂട് പിടിച്ചാൽ ഞാൻ തോർത്തെടുത്തോണ്ട് വരട്ടെ. ചൂട്